സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. ക്ഷാമബത്ത 7-ൽ നിന്ന് 9% ആയി ഉയർത്തി. സർവീസ് പെൻഷൻകാർക്കും ഇതേ നിരക്കിൽ വർധനവ് ഉണ്ടാകും. കോളേജ് അധ്യാപകരുടെ ക്ഷാമബത്തയിൽ 17-ൽ നിന്ന് 31% ഉയർത്തി. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേന്ദ്രത്തിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ സുപ്രീംകോടതിയിലെ കേസ് വാദിച്ച അഭിഭാഷകന് പണം അനുവദിച്ചു. സേഫ് സെയിൻ ലാബ്ദീനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സേഫ്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ പെൻഷൻ മുടങ്ങിയതും അതോടൊപ്പം ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത് സർക്കാർ ജീവനക്കാർക്ക് ഒരു ആശ്വാസം എന്ന് തന്നെ പറയാം, അല്ലേ? അത് 7 തവണത്തെ ക്ഷാമബദ്ധ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിൽ ഒരു ക്ഷാമബദ്ധയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ ക്ഷാമബദ്ധയിലാണ് വർധനവ് വന്നിരിക്കുന്നത്. 2 ക്ഷാമബദ്ധ ഇത്തവണ നൽകും എന്ന് ഏപ്രിലിന് മുമ്പ് നൽകും എന്ന് ബജറ്റിലൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിരമിച്ച വിവിധ വിഭാഗങ്ങൾക്കുള്ള ക്ഷമാശ്വാസവും ഉയർത്തിയതായിട്ട് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ജീവനക്കാരുടെ അധ്യാപകരുടെയും ക്ഷാമബത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ 7-ൽ നിന്ന് 9 വർദ്ധിപ്പിക്കുന്നു. സർവീസ് പെൻഷൻകാർക്ക് ഇതേ നിരക്കിൽ ക്ഷാമബത്ത വർദ്ധിപ്പിക്കും. കോളേജ് അധ്യാപകർ, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് തുടങ്ങിയ അധ്യാപകരുടെ ക്ഷാമബത്ത 17% നിന്ന് 31% ഉയർത്താൻ വേണ്ടിയുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്.